അപ്പോൾ ഇന്ന് മോർണിംഗ് റൈഡായിട്ട് നമ്മൾ പോകുന്നത് ചക്കിപ്പാറയ്ക്കാട്ടോ. ചക്കിപ്പാറ കാര്യം പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു സ്ഥലം കേട്ടോ. ഞാനിതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് കറക്റ്റ് എവിടെയാണെന്നും അറിയില്ല. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നൊരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇത് വീടിൻ്റെ അടുത്തുള്ളൊരു ജംഗ്ഷനാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്നാണ് പാല് മേടിക്കുന്നത്. അപ്പോൾ രാവിലെ കാലിക്കുത്ത് കേട്ടോ, കാലിക്കുത്ത് ഇവിടെ മേലെ വയ്ക്കും. ആ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ തിരിച്ചു വരും പാലെടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചേക്കും. അപ്പോൾ ഇതൊരു ജംഗ്ഷനാണ്, പുതിയതായിട്ട് ഇവിടെ മറ്റേ സ്പോട്ട് ലൈറ്റൊക്കെ പിടിപ്പിച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ വീടിൻ്റെ അവിടെ നിന്നൊരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള 10 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ അവിടെ അത്രയും ദൂരം അടുത്തായിട്ട് പോലും എനിക്ക് ഇത് എവിടെയാണെന്ന് സ്പോട്ട് കറക്റ്റ് അറിയില്ല കേട്ടോ. കുറച്ച് ഉള്ളിലേക്ക് കയറിയൊരു സ്ഥലമാണ്, കറക്റ്റായിട്ട് വഴിയൊക്കെ ഉണ്ടോ എന്നും അറിയില്ല. നമുക്ക് ഏതായാലും പോയി അപ്പോൾ ഈ കണ്ടുപിടിച്ചെടുക്കണം കേട്ടോ. വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടേ, വാഴക്കുളം അടുത്തുള്ളൊരു സ്ഥലം കേട്ടോ. സമയം ഇപ്പം രാവിലെ 6:15 ആയിട്ടുണ്ട്. സൺറൈസൊക്കെ കാണാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അവിടെ സൺറൈസ് കിട്ടുന്നൊരു സ്ഥലമാണെന്ന് അറിയില്ല, നമുക്കതിനും ചെന്ന് നോക്കാം. ചക്കിപ്പാറയ്ക്ക് എതിരെ പോണേ. ചക്കിപ്പാറയ്ക്ക് എളുപ്പവഴി റൈറ്റ് സൈഡിൽ ഷാപ്പിൻ്റെ അടുത്തോടെ നേരെ അങ്ങ് ചെല്ലുമ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി അങ്ങ് അതിൻ്റെ മുകളിലേക്ക് ചെല്ലും. പള്ളിയുടെ മുകളിലേക്ക് കയറി കഴിയുമ്പോൾ താഴേക്ക് ഒരു വഴിയുണ്ട്. അപ്പോൾ ഈ സ്ഥലം കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഉള്ള ഇടവഴിയൊന്നും കയറണ്ടെന്ന് വിചാരിച്ചാണ് മെയിൻ റോഡ് ചോദിച്ചു വന്നത്. അപ്പോൾ ഇതാട്ടോ ഷാപ്പ്, ഇവിടുന്ന് റൈറ്റ് എടുക്കാനാണ് പറഞ്ഞത്. കാർമൽ ജംഗ്ഷൻ കാവന. ഓക്കെ, ഈ റോഡ് ഈ ഒരു ഡയറക്ഷൻ തന്നെയാണ് കേട്ടോ. സംഭവം എന്താ ഇവിടുന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതെ ഇവിടെ വലിയൊരു പള്ളിയാണ് കേട്ടോ, കുന്നിൻ്റെ മുകളിൽ. ഇതൊരു ജംഗ്ഷനിലേക്ക് നമ്മൾ വന്നു. കാർമൽ CMI പബ്ലിക് സ്കൂള്, വലിയൊരു സ്കൂളാണ് റൈറ്റ് സൈഡിൽ കേട്ടോ. കാർമൽ പബ്ലിക് സ്കൂള്. ഇനി ഇവിടുന്ന് ഈ വഴിയായിരിക്കും ലെഫ്റ്റ്. ഇത് വലിയ പള്ളി മേളിൽ. ഈ ഏരിയയിലൊക്കെ ഞാൻ ആദ്യമായിട്ട് വരും കേട്ടോ. വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. അത്യാവശ്യം നല്ല ക്ലൈമ്പുണ്ട് കേട്ടോ. അത് ഇവിടുന്ന് ചെറിയൊരു ജംഗ്ഷനുണ്ട്, ഇവിടെ നമുക്ക് നേരെ മേളിലേക്ക് കയറി പോകണം. അടിപൊളിതേ നമുക്ക് നമ്മുടെ മുന്നിൽ കാണാം കേട്ടോ. ചക്കിപ്പാറ വലിയ പാറ കാണാം. ഓഫ് റോഡ് തളിക്കണ്ടോ. അപ്പോൾ ഇവിടെ വരെ എൻ്റെ അടുത്ത് വരെ വഴി നല്ല വഴിയുണ്ട് കേട്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ ഇതുപോലെ ഓഫ് റോഡായിട്ടുള്ളത് കേട്ടോ. കണ്ടോ, അതിലാണ് നമ്മൾ കയറി വന്നത്. ഇത് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ. നമുക്ക് പോകേണ്ടത് മേളിലേക്കാട്ടോ, ചക്കിപ്പാറ. അവിടെ പോയിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. തള്ളിക്കൊണ്ട് പോകാനും പാടാട്ടോ. നമ്മൾ കാറ്റാടിക്കടയിൽ പോയപോലെ അതുപോലത്തെ സെയിം വഴി കണ്ടോ, നടക്കാനുള്ള രീതി മാത്രമേ ഉള്ളൂ. ഏതായാലും സൈക്കിള് മേളിലേക്ക് ഉണ്ടോ, അവിടെ വെച്ചിട്ട് പോകുന്നില്ല. നല്ല കുത്തനെയുള്ള വഴിയാട്ടോ, എത്തിയ പണി കിട്ടും. നമ്മൾ മേളിലെത്തിട്ടോ. ഇവിടെ 2 പേര് ഇരിപ്പുണ്ട്. അടിപൊളി സ്ഥലം കേട്ടോ, ചക്കിപ്പാറ എത്തി. അപ്പോൾ ഇതാണ് നമ്മളിന്ന് വന്നേക്കുന്ന ചക്കിപ്പാറ. വീടിൻ്റെ അടുത്ത് ഇത്ര കിഡിലിനൊരു സ്പോട്ട് ഉണ്ടായിട്ട് ഇന്നാണല്ലോ ആദ്യം വന്നത്. അടിപൊളി വ്യൂ കേട്ടോ, നല്ല 360 വ്യൂ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ. അതായത് വാഴക്കുളമൊക്കെ നല്ല, വാഴക്കുളം ടൗണൊക്കെ അടിപൊളിയായിട്ട് കാണാം. നമ്മൾ രാവിലെ ചേട്ടനോട് വഴി ചോദിച്ച് കാണുന്ന കണ്ടത്തിൻ്റെ അവിടെ നിന്ന് കേട്ടോ, അവിടെ നമ്മൾ റൗണ്ട് ചെയ്ത് കാർമൽ സ്കൂളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് കയറി വന്നതാണ്. ആ കാണുന്നതൊക്കെ വാഴക്കുളം ഏരിയ കേട്ടോ, വാഴക്കുളമാണ്. അതുകൊണ്ടെങ്കിൽ 360 വ്യൂവിൽ കിടക്കുക. ഇതാണ് ഇവിടെ ഒരു കുരിശ് കണ്ടോ.
അപ്പോൾ ഇതൊരൊറ്റ പാറയാണേ. ഈ പാറ നമുക്ക് താഴേന്ന് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നതായിട്ട് കാണാം കേട്ടോ. ഇതിൻ്റെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അയ്യോ പേടിയാവും കേട്ടോ. കണ്ടോ റബ്ബർ തോട്ടങ്ങൾ കാണാം നമുക്ക്. അയ്യോ എൻ്റെ അമ്മോ എന്ത് ഹൈറ്റിലാണ് നിൽക്കണമെന്ന് അറിയോ. ഓ അങ്ങോട്ടൊന്നും പോകത്തില്ല കേട്ടോ. ഇച്ചിരി ഒരു സ്ലോപ്പായിട്ടാണ് കിടക്കണേ. നല്ല ഡേഞ്ചറാട്ടോ അവിടെ നിൽക്കാൻ. അടിപൊളി. പിന്നെ ചെറിയ ചെറിയ പാറകളൊക്കെ ഉണ്ട് ഇങ്ങനെ പില്ലർ പോലെ നിൽക്കോട്ടെ. അതിൻ്റെ മേളിലൊക്കെ കയറാൻ പറ്റുമെന്ന് നോക്കാം. അതായത് ഇവിടെ ഒരു ഇത് കണ്ടോ ഓം കണ്ടോ പാറയിൽ ഇങ്ങനെ പോറി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ വാഴക്കുളം വന്നിട്ട് വാഴക്കുളത്ത് നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടാലും മതി. നമ്മുടെ കാർമൽ സ്കൂളൊക്കെ വരുന്ന വഴി വാഴക്കുളം ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അതിൽ കൂടുതൽ എന്താണെങ്കിലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഇവിടുന്ന് സൺറൈസ് നല്ല പോലെ കാണാൻ പറ്റുന്നുണ്ട്. അതെ ചെറുതായിട്ടിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ആശാൻ. ഇവിടുന്ന് നമുക്ക് ചെറിയൊരു വഴിയുണ്ട് കേട്ടോ. ആ പാറയുടെ മേളിലേക്ക് കയറി പോകാൻ പറ്റും. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പില്ലർ പോലത്തെ ഉള്ള പാറ. അതിൻ്റെ കണ്ടോ ഇതിൻ്റെ മേളിലൊക്കെ കയറാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് സൺറൈസ് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇവിടെ ഒന്നും സേഫ്റ്റിയുടെ ഒരു സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്വന്തം റിസ്കിൽ നിൽക്കുക. സൂര്യനുദിച്ച് ഇങ്ങനെ ഉയർന്നു വന്നിട്ടോ ഒരു തീഗോളം പോലെ കാണുന്നുണ്ടോ. അപ്പോൾ അതേ നമ്മൾ ആദ്യം പോയി നിന്ന പാറ അതാണേ. ആ ഒരു കുരിശും കണ്ടോ നമ്മുടെ സൈക്കിളൊക്കെ ഇരിക്കണ്ട അങ്ങ് ദൂരെ ആ പാറയുടെ മേളിൽ കണ്ടോ. ഈ പാറ കണ്ടോ ഇത് വലിയൊരു പാറ. എൻ്റെ താഴേന്ന് നോക്കി ഓ ഭയങ്കര വലിപ്പമുള്ളത്. താഴെ നോക്കി ചെറിയൊരു പാറയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഒത്തിരി വലിയൊരു പാറ കേട്ടോ. ഇപ്പം ഞാൻ എന്താ സൺറൈസ് നല്ലപോലെ കാണാൻ വേണ്ടിയിട്ട് കണ്ട ഒരു പില്ലർ പോലെയുള്ള പാറയില്ലേ അതിലൊരു പാറയുടെ മേളിലായിട്ട് കയറി വെക്കണേ. ആ ഒരു ഉണങ്ങിയ മരമൊക്കെ ഉണ്ടോ നല്ലൊരു ഫ്രെയിമാട്ടോ. അങ്ങ് ദൂരെ കാണുന്നതൊക്കെ വാഴക്കുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളാട്ടോ. വാഴക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവാറ്റുപുഴ താലൂക്കിലെ ഉള്ള ഒരു ചെറിയൊരു ടൗൺഷിപ്പാണ്. പൈനാപ്പിൾ സിറ്റി എന്നാട്ടോ അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളത്താട്ടോ. അവിടെ ഒരു പൈനാപ്പിൾ റിസർച്ച് കേന്ദ്രമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ പൈനാപ്പിൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയ ആട്ടോ. നമുക്ക് രാവിലെ തന്നെ കാണാം അവിടെ പണിക്കാർ അവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റും പൈനാപ്പിൾ കൃഷി നിറയെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അവിടെ ഒരു വലിയൊരു ഏരിയയൊക്കെ ഉണ്ട്. ഇപ്പം ഇത് കണ്ടോ സൂര്യനൊക്കെ നല്ല രീതിയിൽ ഉദിച്ച് കയറി വന്നിങ്ങനെ സെറ്റായിട്ട് നിൽക്കുക കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വെയിലാവും. രാവിലെ അടിപൊളിയായിട്ട് ഇവിടെ വരാനായിട്ട്. ഈ ഒരു സ്ഥലത്ത് ക്ലൗഡ് ബെഡൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ക്ലൗഡ് ബെഡ് കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് നല്ല 360 വ്യൂവിൽ അങ്ങനെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അടിപൊളിയാണ്. ഇതിൻ്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ കയറി വരണേ. വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് വന്നാൽ പൊളിയായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ചിറങ്ങാം. അപ്പോൾ ഇവിടെ കയറി വരുമ്പോഴേ ആദ്യം കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് കേട്ടോ. നല്ല ഫ്ലാറ്റായിട്ട് സ്ക്വയർ ഷേപ്പിൽ കിടക്കുന്ന ഒരു പാറ കണ്ടോ. അതിലാണ് നമ്മൾ കയറി വന്നത്. പാറയുടെ ഷേപ്പ് നോക്കി നല്ല പരന്ന് കിടക്കണം കേട്ടോ. കപ്പയൊക്കെ ഉണങ്ങാൻ പറ്റിയ പാറ കേട്ടോ. സൂര്യനുദിച്ച് നെറുകയിലെത്തി കേട്ടോ. അപ്പോൾ നമ്മളിത് ചക്കിപ്പാറയുടെ മേളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഏകദേശം 1 മണിക്കൂർ മേളിൽ അതിൻ്റെ മേളിൽ സ്പെൻഡ് ചെയ്ത് കേട്ടോ. ഇപ്പം എന്തേ കാവന പാലത്തിൻ്റെ മേളിൽ കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. നല്ല കിഡിലൻ വീഡിയോസൊക്കെയാണ് ഈ ഒരു വർഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. മെയിനായിട്ടും റൈഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഗ്രൂപ്പ് റൈഡ്സ്, സോളോ റൈഡ്, ലോങ് റൈഡ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. ആരും മിസ് ചെയ്യരുതേ.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.